ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പോസ്റ്റ് മാജിക്. ഇന്ന് നമ്മൾ പി ഒ ഗൈഡിലെ കുറച്ചധികം ക്ലോസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ക്ലോസ് 18 തൊട്ടിട്ട് ക്ലോസ് 25 വരെ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റർ ബോക്സസ് ആണ്. ലെറ്റർ ബോക്സസ് റിലേറ്റഡ് ടു ക്ലോസ് 18. അതായത് ലെറ്റർ ബോക്സിന്റെ ക്ലോസ് പറയുന്നത് ക്ലോസ് 18 ആണ്. ഇതിൽ പറയുന്നത് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്, ഇല്ലന്റ് ലെറ്റർ കാർഡ്, പാക്കറ്റ്, അതെല്ലാം നമുക്ക് എവിടെ പോസ്റ്റ് ഓഫീസിലെ ലെറ്റർ ബോക്സസിലോ അല്ലെങ്കിൽ മെയിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിൽ ലെറ്റർ ബോക്സസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ പോസ്റ്റ് ഓഫീസിലോ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ലെറ്റർ ബോക്സസ് റിലേറ്റ് ചെയ്യുന്നത് ക്ലോസ് 18 ആണ്. ഇതിൽ പറയുന്നത് ലെറ്റേഴ്സും പോസ്റ്റ് കാർഡും ഇൻലൻഡ് ലെറ്റർ കാർഡും നമുക്ക് ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ ലെറ്റർ ബോക്സസിലോ അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലെറ്റർ ബോക്സസിലോ അല്ലെങ്കിൽ മൊബൈൽ പോസ്റ്റ് ഓഫീസിന്റെ ലെറ്റർ ബോക്സസിലോ നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ലെറ്റർ ബോക്സസ് പറയുന്നത്. നെക്സ്റ്റ് ആണ് പോസ്റ്റിംഗ് ഇൻ സ്പെഷ്യൽ ലെറ്റർ ബോക്സസ്. അതായത് ക്ലോസ് 18 പറഞ്ഞത് ലെറ്റർ ബോക്സസ് ആണ്. ക്ലോസ് 19 എന്താണ്, പോസ്റ്റിംഗ് ഇൻ സ്പെഷ്യൽ ലെറ്റർ ബോക്സസ്. ഇതിൽ പറയുന്നത് ലെറ്റർ ബോക്സസ് മാർക്കഡ് ഫോർ ലെറ്റേഴ്സ് ഓൺലി ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പോസ്റ്റിംഗ് ഓൺലി ഓഫ് ലെറ്റേഴ്സ് ആൻഡ് പോസ്റ്റ് കാർഡ്. അതായത് ഫോർ ലെറ്റേഴ്സ് ഓൺലി എന്നുള്ള ലെറ്റർ ബോക്സസ് ആണെങ്കിൽ അതിൽ പോസ്റ്റ് കാർഡും ലെറ്റേഴ്സും മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ടത്. Similarly, the special letter boxes provided in the cities for posting of airmail articles, QMS articles, be used only for posting such classes of article. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എയർമെയിൽ ആർട്ടിക്കിൾസും QMS ആർട്ടിക്കിൾസും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ബോക്സസ് ഉണ്ടാവും. അപ്പോൾ ആ ലെറ്റർ ബോക്സസിൽ ഈ എയർമെയിൽ ആർട്ടിക്കിൾസും QMS ആർട്ടിക്കിൾസും വേണം എന്ത് ചെയ്യാൻ, പോസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് പോസ്റ്റിംഗ് ഇൻ സ്പെഷ്യൽ ലെറ്റർ ബോക്സസ്. അതായത് ലെറ്റേഴ്സ് ഉള്ളി എന്ന് എഴുതിയിട്ടുള്ള ലെറ്റർ ബോക്സസിൽ ഇല്ലന്റ് ലെറ്റർ കാർഡും ലെറ്റേഴ്സും മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ QMSഉം എയർമെയിൽ ആർട്ടിക്കിൾസ് എന്ന് എഴുതിയിട്ടുള്ള ലെറ്റർ ബോക്സസ് ആണെങ്കിൽ അതിൽ QMS ആർട്ടിക്കിൾസും എയർമെയിൽ ആർട്ടിക്കിൾസുമാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് presentation of large officials and other letters in bulk at the window of van or post offices related to clause 20. Clause 20 പറയുന്നത് അതായത് large officials or other letters which owing to their size cannot be posted in the letter boxes may be received by hand at the window of the van or post offices. അതായത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ലാർജ് ഒഫീഷ്യൽസ് ആർട്ടിക്കിൾസോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, പോസ്റ്റ് ഓഫീസ് വിൻഡോ ഡെലിവറി ആയിട്ട് സ്വീകരിക്കാം. അതായത് ലെറ്റർ ബോക്സസിൽ ഇടേണ്ട ആവശ്യമില്ല, എന്താണ്, പോസ്റ്റ് ഓഫീസിൽ തന്നെ നേരിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വാൻ, പോസ്റ്റ് ഓഫീസ് വിൻഡോയിലോ അല്ലെങ്കിൽ വാൻ വരുമല്ലോ, ആ വാനിലോ നമുക്ക് നേരിട്ട് കൊടുക്കാം. അങ്ങനത്തെ കേസിൽ എന്തായിരിക്കണം, ആ ലെറ്റേഴ്സ് ഫുള്ളി പ്രീപെയ്ഡ് ലെറ്റേഴ്സ് ആയിരിക്കണം. ലേറ്റ് ഫീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്താണ്, ഫുള്ളി പ്രീപെയ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് ക്ലോസ് ആണ് ക്ലോസ് 21. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ റിക്വയറിംഗ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. Article requiring special treatment such as registered, insured or VP articles should be presented at the post office at least half an hour before the time fixed for closing such mail. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എന്തെല്ലാം, രജിസ്റ്റേർഡ്, ഇൻഷുർഡ്, VP ആർട്ടിക്കിൾ. ഇതെല്ലാനും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ടൈം അതായത് മെയിൽ പോകുന്നതിനും ഹാഫ് അവേഴ്സ്, അതായത് അരമണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്തിരിക്കണം. Then airmail article bearing high value adhesive postage stamps may be presented at the counters of post office or mail offices for the stamps to be defaced in the presence of the person presenting the article. ആരാണോ എന്താണ് എയർമെയിൽ ആർട്ടിക്കിൾസ് അത് പോസ്റ്റ് ചെയ്യാൻ വരുന്നത് അയാളുടെ മുമ്പിൽ തന്നെ വെച്ച് എന്ത് ചെയ്യണം, അതിന്റെ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് എല്ലാം ഡിഫേസ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ആർട്ടിക്കിൾ റിക്വയറിംഗ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ക്ലോസ് 21. അതായത് എന്താണ്, രജിസ്റ്റേർഡും VPയും ഇൻഷുർഡ് ആർട്ടിക്കിൾസും നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും എത്തിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് എന്ത്, ഡിസൈറബിലിറ്റി ഓഫ് പോസ്റ്റിംഗ് ഓൺലി, ദാറ്റ് ഈസ് ക്ലോസ് 22. അതായത് നമ്മൾ ഇതിൽ പറയുന്നത് അരമണിക്കൂർ മുമ്പെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന്
ചിലപ്പോൾ മെയിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മളൊരു ലെറ്റർ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ലെറ്റർ അന്ന് തന്നെ പോകാനായിട്ട് ചാൻസ് ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നാളത്തേക്ക് വിടാം. കാരണം നമ്മൾ മെയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരിക്കും നാളത്തേക്ക് വിടാമെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസ്റ്റ് ഓഫീസ് ക്ലോസ് ചെയ്യുന്നതിന്, അതായത് മെയിൽ ബാഗ് ക്ലോസ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യണം, ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് മാനർ ഓഫ് അഫിക്സിങ് പോസ്റ്റേജ് സ്റ്റാമ്പ്, ദാറ്റ് ഈസ് ക്ലോസ് 23. അതായത് എവിടെയാണ് നമ്മൾ പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതെന്ന്. എന്താ പറയുന്നത്, പോസ്റ്റേജ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ടു ദ ആർട്ടിക്കിൾ ഇറ്റ്സെൽഫ് അറ്റ് ദ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് അഡ്രസ്സി സൈഡ്. അഡ്രസ്സി സൈഡിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒട്ടിക്കണം. നെക്സ്റ്റ് ക്ലോസ് 24 ആണ്. അതിൽ പറയുന്നത് നോൺ പോസ്റ്റൽ സ്റ്റാമ്പ്സ്, ചാരിറ്റി സ്റ്റാമ്പ്സ് ആൻഡ് ലേബിൾസ്, സീൽസ്. അപ്പോൾ ക്ലോസ് 24 related to non-postal stamps, charity stamps, labels, seals, etc. ഇതിൽ പറയുന്നത് പോസ്റ്റേജ് സ്റ്റാമ്പിന് പകരമായിട്ട് നോൺ പോസ്റ്റൽ സ്റ്റാമ്പ്സോ ചാരിറ്റി സ്റ്റാമ്പ്സോ ലേബിൾസോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ക്ലോസ് 24. ദെൻ ക്ലോസ് 25, യൂസ് ഓഫ് മിനിമം നമ്പർ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം നമ്പർ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അതായത് എന്താ, ഇപ്പോൾ ഡിനോമിനേഷൻ കൂടുതലാണെങ്കിൽ കുറച്ച് സ്റ്റാമ്പ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ 25 രൂപയുടെ ഒരു ഐറ്റം പോസ്റ്റ് ചെയ്യാനായിട്ട് 1 രൂപയുടെ 25 സ്റ്റാമ്പ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും സ്റ്റാമ്പിന്റെ എണ്ണം കുറയ്ക്കാനാണ് നോക്കേണ്ടത്. അതാണ് ക്ലോസ് 25, യൂസ് ഓഫ് മിനിമം നമ്പർ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ക്ലോസ് ആണ് എടുത്തത്. ക്ലോസ് 18 മുതൽ 25 വരെയും. ക്ലോസ് 18 പറയുന്നത് ലെറ്റർ ബോക്സസ്. ക്ലോസ് 19 പോസ്റ്റിംഗ് ഇൻ സ്പെഷ്യൽ ലെറ്റർ ബോക്സസ്. Then close 20, presentation of large officials and other letters in bulk at the window of the van or post offices. Then close 21, article requiring special treatment. 23, desirability of postage early. Then 23, manner of affixing postage stamps. Then 24, non-postal postal stamps, charity stamps, labels, seals, etc. And last one, close 25, use of minimum number of postage stamps. So thank you.